ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചില്ലി ചിക്കൻ ആണ്. ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നല്ല അടിപൊളി ചില്ലി ചിക്കൻ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിന്ന് 1/2 കിലോ എല്ലുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലില്ലാത്ത ചിക്കൻ വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, കയ്യിലുള്ളതുപോലെ എടുത്താൽ മതി. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെക്കാം ഇതുപോലെ. ഇനി ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1/2 ടേബിൾ സ്പൂൺ മൈദയും ചേർക്കാം. ഇനി ഇതിനകത്ത് ഞാൻ ഒരു മുട്ടയും കൂടി ചേർക്കുന്നുണ്ട്. മുട്ട ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം, അതല്ലെങ്കിൽ മുട്ടയുടെ വെള്ള മാത്രം ചേർത്താലും മതി. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. മുട്ട ചേർക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ. ഇനി ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനിലോട്ട് പുരട്ടി വെക്കണം. അപ്പോൾ ചിക്കൻ നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തു. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു മുന്നേ ഞാനിവിടെ ഗ്രേവി തയ്യാറാക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 2 സവോള ഇതുപോലെ വലിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാപ്സിക്കവും അതുപോലെ തന്നെ വലിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിൽ ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ ഗ്രേവിക്ക് നല്ല കളർ കിട്ടും. അപ്പോൾ ഈ വെള്ളമാണ് നമ്മുടെ ചില്ലി ചിക്കൻ്റെ ഗ്രേവി. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത്രയും കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി 1/2 കപ്പ് വെള്ളത്തിൽ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ എടുക്കുന്നതാണ് നല്ലത്, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ ഇത്ര എണ്ണ മതി. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരുപാട് എണ്ണ വേസ്റ്റ് ആയി പോകും. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് ഫ്രൈ ചെയ്താൽ മതി. ഇത് നല്ലതായിട്ട് വേവണം കേട്ടോ, കാരണം നമ്മൾ ഗ്രേവിയിലിട്ടതിന് ശേഷം പിന്നെ അധിക സമയം ഇത് കുക്ക് ചെയ്യുന്നില്ല. ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ചിക്കൻ ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവണം. അപ്പോൾ 2 സൈഡും നല്ല ബ്രൗൺ കളർ ആയി വരണം. ഒരുപാടങ്ങ് മൊരിഞ്ഞു പോകണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ ചിക്കനെല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കണം ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ, ഇതുപോലെ. പിന്നെ ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ പോകുന്നത്. എണ്ണ കൂടുതലുണ്ടെങ്കിൽ മാറ്റിയിട്ട് ആവശ്യത്തിന് മാത്രം പാനിൽ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ച എണ്ണ തന്നെയാണ്, പിന്നെ കൂടുതൽ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി ഒരു 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 2 ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളകും ചേർക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചപ്പ് നല്ലതായിട്ട് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചപ്പ് മാറിക്കഴിയുമ്പോൾ സവോളയും ക്യാപ്സിക്കവും ചേർക്കാം. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വളരെ കുറച്ച് മതി. ബാക്കിയുള്ളത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതായിട്ടൊന്ന് വാടി വരണം. ഇതിൻ്റെ നിറം ഒന്നും മാറേണ്ട ആവശ്യമില്ല. സവോളയും ക്യാപ്സിക്കവും ഒന്ന് വാടിയാൽ മാത്രം മതി. അപ്പോൾ സവോളയും ക്യാപ്സിക്കവും നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ സോയ സോസ് ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് സമയം എണ്ണയിൽ വഴറ്റുമൊന്നും വേണ്ട, ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഇനി ഇതിൽ നമ്മൾ നേരത്തെ വെള്ളത്തിൽ മുളക് പൊടി ഇട്ട് വെച്ചല്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ. ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, സോയ സോസിലും ടൊമാറ്റോ സോസിലും ഒക്കെ ഉപ്പുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് കണക്കാക്കി ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ ഗ്രേവി നല്ലതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഗ്രേവി ഇതേപോലെ തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്കൊരു 5 മിനിറ്റ് ചെറിയ തീയിലിട്ടൊന്ന് തിളപ്പിക്കാം. ഗ്രേവി ഒരുപാട് വറ്റിപ്പോകരുത്. അപ്പോൾ തീ കുറച്ചിടണം. ചിക്കൻ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, പക്ഷേ ഗ്രേവിയിലോട്ട് ചിക്കൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ വരണം, അതിനായിട്ടാണ്. അപ്പോൾ ചെറിയ തീയിൽ 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം.
ആ സമയത്ത് വേറൊരു പാത്രത്തിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് ചേർക്കുമ്പോഴാണ് ഗ്രേവി നല്ലതായിട്ട് കുറുകി വരുന്നത് കേട്ടോ. ഒരു 5 മിനിറ്റ് നമ്മൾ ചിക്കൻ ഗ്രേവിയിലിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കാം. ആദ്യം മാറ്റി വെച്ച സവോളയും ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഇനി പെട്ടെന്ന് തന്നെ ഗ്രേവി കുറുകും കേട്ടോ, കോൺഫ്ലോർ ഒഴിച്ചിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഇത് കുറുകി വരണോ അത്രയും സമയം ഒന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കറിയായിട്ട് ഗ്രേവി ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നല്ലതായിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് അടച്ചൊന്നും വെക്കണ്ട, ഇതുപോലെ തന്നെ ചെറിയ തീയിലിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഈ ഗ്രേവി ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ചില്ലി ചിക്കൻ്റെ ഗ്രേവിക്ക് ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനായിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. ഒഴിവാക്കരുത്, എന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, ചില്ലി ചിക്കൻ റെഡിയായി. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കനാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഹോട്ടലുകളിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയായിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.